എന്താടാ ഈ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ തിരിച്ചത്? ഒരു സെക്കൻഡ് ഞാൻ വൈകി പോയെങ്കിൽ നീ പോയി പോയേനെ. അതാണടാ ഗോപൻ ഭാഗ്യമുള്ളവനാണെന്ന് പറയുന്നത്. നീ ഓഫീസിൽ പോവല്ലേ? അതെ. ആ വീടിന്റെ കീ തന്നെ. എന്തിനാ? നീ എന്തെങ്കിലും കുലുമാലൊപ്പിച്ച് എന്റെ വീടിന്റെ മുമ്പിൽ ആൾക്കാർ കൊടിപിടിക്കാൻ ഇടവന്നാലുണ്ടല്ലോ. എടേ, എന്റെ വൈഫ് പ്രസവത്തിന് വീട്ടിൽ പോയിരിക്കുക. അവള് വരുന്നതിന് മുമ്പ് ഡൈവോഴ്സിനുള്ള ഇടയൊന്നും ഉണ്ടാക്കി വെക്കല്ല എന്റെ പൊന്നളിയാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ കൂടി കളിച്ച് സാധനം അങ്ങനെ കൊള്ളാമോ? ഉഗ്രൻ നമ്പർ 1 സാധനം. പക്ഷേ ഇത് ലൈൻ വേറെയാ. ദൈവിക പ്രേമം. പ്രേമത്തിന്റെ ഭാഷയിലും അഭിനയത്തിലും മാത്രമേ സാധനം വീഴൂ. പ്രേമിക്കാതിരിക്കാൻ പറ്റുമോ? അവളുടെ അമ്മയുടെ പ്രേമം. വരൂ, come on. എങ്ങനെയുണ്ട് എന്റെ അമ്മാവന്റെ വീട്? അമ്മായിക്കാണെങ്കിൽ രാധയെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും അമ്മാവനും അമ്മായും വന്ന് രാധയെ കണ്ടതിന് ശേഷം ഇവിടുന്ന് പോയാൽ മതി. അതുവരെ നമുക്ക് ഇവിടെ ഇരുന്ന് മനസ്സമാധാനമായിട്ട് സംസാരിക്കാം. ഇരിക്കും. രാധ ഇങ്ങനെ നേർവസ് ആയാലോ? വേണ്ട, എനിക്കിപ്പോ പോണം. മനസ്സും ശരീരവും പരസ്പരം പങ്കുവെക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രേമബദ്ധരായത്. പിന്നെ രാധ എന്തിനിങ്ങനെ ഭയപ്പെടുന്നു? വേണ്ട ഗോപേട്ട, വിവാഹത്തിന് മുൻപ് ഇതൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ? ഓ, അത് ശരി. അപ്പോ രാധയ്ക്ക് വിശ്വാസമില്ല അല്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. എങ്കിൽ പിന്നെന്താ? രാധയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ രാധയെ വിവാഹം കഴിക്കാതെ കാലുമാറിക്കളയുമെന്നായിരിക്കും രാധയുടെ വിചാരം അല്ലേ? ഞാൻ രാധയെ ഇങ്ങനെയല്ല കരുതിയത്. വേണ്ട രാധേ, പരസ്പര വിശ്വാസമില്ലാത്ത ഒരു ബന്ധവും ശാശ്വതമല്ല. അല്ല ഗോപേട്ട, എനിക്ക് രാധയെ നശിപ്പിക്കുകയാണ് എന്റെ ഉദ്ദേശം എന്നല്ലേ രാധ പറഞ്ഞതിന്റെ അർത്ഥം? മതി രാധേ, എനിക്ക് തൃപ്തിയായി. രാധയുടെ വായിൽ നിന്ന് തന്നെ ഞാനിത് കേൾക്കണം. ഇനി ഞാനിവിടെ ഒരു നിമിഷം ഗോപേട്ട, ഞാനൊരു പെണ്ണാണ് ഗോപേട്ട. എനിക്ക് രാധേ, ഗോപേട്ട. മോളെ, വേണ്ടി വന്ന നിന്റെ തള്ളേ വരെ ഞാൻ വാചടിച്ചു വീഴ്ത്തും. പിന്നല്ലേ നീ. നീ ഊണ് കഴിക്കുന്നില്ലേ? ആ, ഈയിടെയായി കുറച്ച് കൂടുതലാവുന്നുണ്ട്. ദിവസവും ഇത് കൂടാതെ നിനക്ക് പറ്റില്ലേ മോനെ? മോനെ, നിന്നെ കുറിച്ച് ഞാൻ പലതും കേൾക്കുന്നുണ്ട്. എല്ലാം ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ചിലത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. എന്താ എന്നെ കുറിച്ച് കേട്ടത്? ഒരമ്മയ്ക്കും സ്വന്തം മകനോട് ചോദിക്കാനോ പറയാനോ പറ്റാത്ത പലതും. എന്നാ പിന്നെ ഇപ്പൊ ചോദിച്ചത് എന്തിനാ? മനസ്സിൽ തന്നെ അങ്ങ് വെച്ചോണ്ടിരുന്നാ പോരായിരുന്നോ? മോനെ, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് എനിക്കറിയാം. എനിക്ക് താങ്ങും തണലുമായി നീ ഒരുത്തനേ ഉള്ളൂ. ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് ദുഃഖിക്കാൻ മാത്രമേ വിധിച്ചിട്ടുള്ളൂ. അത് ഞാൻ വരുത്തി വെച്ചൊന്നും അല്ലല്ലോ. നിന്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയുടെ കൂടെ താമസം ആരംഭിച്ചപ്പോൾ തന്നെ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് കരുതിയതാണ്. അന്ന് കൈക്കുഞ്ഞായിരുന്ന നിന്നെ കുറിച്ച് ഓർത്തപ്പോൾ അത് തോന്നിയില്ല മോനെ. പിന്നൊരു കാര്യം, എനിക്ക് വയസ്സ് 10-30. 16 വയസ്സ് മുതൽ ഞാൻ എന്റെ സ്വന്തം കാര്യം നോക്കി തുടങ്ങിയതാ.
ഞാൻ ഇഷ്ടം പോലെ സമ്പാദിക്കുന്നുണ്ട്. അത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെലവാക്കുകയും ചെയ്യും. 4 പേരോട് പറയാൻ കൊള്ളാവുന്ന വിധത്തിലുള്ളതാണോ നിന്റെ സമ്പാദ്യം? ആർക്കാ ഇത്ര ഛേദം? വിഷമുള്ളവർ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. ദേ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞേരെ, ഞാൻ ഇപ്പം ഇവിടുന്ന് ഇറങ്ങി തന്നേക്കാം. മോനെ, ഛെ, തുടങ്ങി. നിങ്ങൾ വലിയ സാഹിത്യകാരിയല്ലേ? കഥയും പുരാണമൊക്കെ എഴുതി നടക്കുകയല്ലേ? ആ, ഇനി നിങ്ങൾക്കൊരു കഥ എഴുതാം. മുടിയനായ പുത്രന്റെ കഥ കൂടി. ചിന്നു ഉറങ്ങിയോ? ഉറങ്ങി. വല്ലതും കഴിച്ചോ? ചേട്ടൻ അറിഞ്ഞൂടെ? ചേട്ടൻ ഇവിടെ ഉള്ളപ്പോ വേറെ ആര് കൊടുത്താലും ഇവള് കഴിക്കില്ലെന്ന്. ആ, ഞാനല്പം വൈകിപ്പോയി. മോളെ, ദേ ഡാഡി വന്നു. ചിന്നു, മോളെ, നിനക്കൊന്നും കഴിക്കണ്ടേ? വാ, നീ വല്ലതും കഴിച്ചോ? ഇല്ല. ഓ, നിനക്കിന്ന് വ്രതമാണല്ലോ. പോയി കിടന്ന് ഉറങ്ങിക്കോ. മോളിവിടെ ഇരിക്കെ, ഡാഡി പോയി കൈ കഴുകിയിട്ട് വരാം. ആ, പിന്നെ കിടന്ന് ഉറങ്ങാണോ? എഴുന്നേൽക്ക്. നീ ഉറങ്ങിയാൽ തല്ലുള്ളൂ. സാമ്പാറാണോ? സാമ്പാർ ഒഴിക്കട്ടെ? ആ ഡാഡി ഇന്ന് കഥ പറഞ്ഞല്ലോ. ഇന്ന് ഡാഡിക്ക് വയ്യ മോളെ, നാളെ പറയാം. മോള് കിടന്നുറങ്ങിക്കും. സഹായിക്കണോ? വേണ്ട വേണ്ട, ഞാൻ തനിയെ ഇറങ്ങിക്കോളാം. ശരി. പിറന്നാളായിട്ട് ഇന്നെങ്കിലും ചേട്ടനൊന്ന് അമ്പലത്തിൽ പോയിക്കൂടെ? അതൊക്കെ നീ പോയി പ്രാർത്ഥിച്ചാ മതി. മോൾ എഴുന്നേറ്റില്ലേട്ടാ? അവൾ ഉറക്കവാ. ആ, തന്റെ അനിയത്തിയുടെ കല്യാണക്കാരെയൊക്കെ ഉടമ്പരയായി. ആ, ശരിയായി വരുന്നു. ഉടനെ ഉണ്ടാവും. അല്ല, നിങ്ങളിങ്ങനെ അമ്പലവും പ്രസാദവും ഒക്കെ ആയിട്ട് നടന്നാ മതിയോ? നമുക്ക് ഇതങ്ങ് നടത്തണ്ടേ? ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. നിങ്ങൾക്ക് ധൃതിയൊന്നുമില്ലെങ്കിലും എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഞാൻ ഇറങ്ങട്ടെ ചേട്ടാ. ആ ശങ്കർ, ആ ബോംബെക്കുള്ള ടി ഇന്ന് രാവിലെ തന്നെ അയച്ചേക്കണേ. ഡിസ്ട്രിക്ട് ലേബർ ഓഫീസിൽ നിന്നുള്ള രജിസ്റ്റർ ലെറ്റർ ആണ്.
മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്ലീസ് ടേക്ക് യു സീറ്റ്. അവരൊന്ന് കാണുമല്ലോ. കുഞ്ഞാണ്ടി, ഓ ഇതാ ഇതുകൊണ്ട് നാത്തു കൊടുക്ക. ഒത്തുതീർപ്പിനുള്ള ശ്രമം വല്ലതാണോ? പിരിച്ചുവിട്ട എല്ലാവരെയും തിരിച്ചെടുക്കണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അപ്പോ മിസ്റ്റർ ജയദേവൻ എന്ത് തീരുമാനിച്ചു? അത് സാർ അത്യാവശ്യമായിട്ട് കളക്ടറേറ്റ് ഒരു കോൺഫറൻസിന് പോവുക. വൈകുന്നേരം 4 മണിക്ക് വരാൻ പറഞ്ഞു. വൈകുന്നേരം വരുമ്പോ നാളെ ആവട്ടെന്ന് പറയരുത്. എനിക്ക് വേറെ ഒരുപാട് ജോലിയുള്ളതാ. സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കലല്ല എനിക്ക് ജോലി. അയാൾ അവിടെ കിടന്ന് ഒച്ചത്തിൽ എന്തൊക്കെ പറയുന്ന കേട്ടല്ലോ. ഹേയ്, വൈകുന്നേരം 4 മണിക്ക് വരാന്ന് പറഞ്ഞതാ. കോൺഫറൻസിൽ പോവുകയാണോ? ഇല്ല, ഞാൻ എങ്ങും പോകുന്നില്ല. അപ്പോ മിസ്റ്റർ ജയദേവനോട് പറഞ്ഞതോ? അയാൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങാൻ? 5-6 പ്രാവശ്യം കയറി ഇറങ്ങട്ടെ. എന്നോട് നിങ്ങൾ പറഞ്ഞ വിലക്കൊന്നും ബ്ലൂ കിട്ടത്തില്ല. ആ ഫോറും തന്നെ. നാടനാണ് വില കൂടും. ഒരു പൈസ കുറയത്തില്ല. ആനിമൽസിന് ഭയങ്കര ഡിമാൻഡാ. പ്രൊജക്ടറോ? ഞാൻ ശ്രമിച്ചു നോക്കാം. പിന്നെ ഒരു കാര്യം, സാധനം കൊണ്ടുപോകുമ്പോൾ തന്നെ ഫുൾ എമൗണ്ടും കിട്ടണം. സൂക്ഷിച്ചു കൊണ്ടുപോകണം. സാധനം ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാ. ആ, ഞാനിവിടെ തന്നെ കാണും. ഞാനിപ്പോ പറയാം. പറഞ്ഞു, ഇപ്പൊ വിളിക്കും. അമ്മയ്ക്ക് ഒന്നുകൊണ്ട് പേടിക്കണ്ട. 1-ാം ദിവസം അന്നമ്മയ്ക്ക് ജോലി, 2-ാം ദിവസം എലിസബത്തിന് ജോലി, 3-ാം ദിവസം മറിയാമ്മയ്ക്ക് ജോലി, അങ്ങനെ 3-നും ജോലി. ഞാൻ പറഞ്ഞ കമ്മീഷൻ വരും, ജോലി തരും. വേണ്ടി വന്നാൽ അമ്മച്ചിക്ക് ജോലി. അവന്റെ ഒരു മാറ്റെടുത്ത തീപ്പെട്ടിയും കൊണ്ട് രഹസ്യം പിടിക്കാൻ നല്ല സമയം. കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അമ്മച്ചി ഡോൺ ടച്ച്. അപ്പോഴേ വിലാസിനമ്മേ, മണി 5 1 മണിക്കൂറായി ഞാനിവിടെ ഒന്ന് കുത്തിയിരിക്കുന്നു. രാവിലെ തന്നെ ഞാൻ പറഞ്ഞ എന്നെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് വരാം. വേണ്ട, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ഈ കസേരയിൽ ഇതിനു മുമ്പ് പല ഓഫീസർമാരും ഇരുന്നിട്ടുണ്ട്. അവരാരും എന്നോട് ഇതുപോലെ പെരുമാറിയിട്ടില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ യു ആർ ഹിയർ ടു സോൾവ് അവർ പ്രോബ്ലംസ് ആൻഡ് ഹെൽപ്പ് us. നിങ്ങൾ വിളിക്കുമ്പോൾ വരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നുവെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുത്തെ മൂട്ടകടി കൊണ്ടിരിക്കലല്ലേ എന്റെ ജോലി. സാറിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. വൈരാഗ്യം തീർക്കാനാണെങ്കിൽ അത് കുറെ കൂടെ അന്തസ്സിലാകാമായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, ചീപ്പാണ്, വെരി ചീപ്പ്. മൈൻഡ് യുവർ ലാംഗ്വേജ്. ദിസ് ഈസ് ആൻ ഓഫീസ്. അറിയാം, നന്നായിട്ടറിയാം. സാർ ഒരു കാര്യം ചെയ്യും. ഈ കലണ്ടറിൽ ഇനി ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട്. ചുവന്ന അക്കങ്ങളല്ലാത്തതൊക്കെ വർക്കിംഗ് ഡേയ്സ് ആണ്. ഇവിടുത്തെ പ്രവൃത്തി സമയം രാവിലെ 10 മണി മുതൽ 5 മണി വരെ ആണെന്നാണല്ലോ വെപ്പ്. ഈ ദിവസങ്ങളിൽ ഈ പറഞ്ഞ സമയത്തിനിടയ്ക്ക് കൃത്യമായിട്ടൊരു ദിവസം ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് എന്നെ അറിയിച്ചാൽ ഞാൻ വരാം. ഇപ്പൊ ഞാൻ വരട്ടെ, പിന്നെ കാണാം. മിസ്റ്റർ ജയദേവനെ മായ നേരത്തെ അറിയൂ? പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ ജയദേവനോട് ഇങ്ങനെ പെരുമാറേണ്ട കാര്യമുണ്ടായിരുന്നു? അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അയാളെ നേരത്തെ അറിയാം.
അയാൾ സാധാരണ ഓഫീസേഴ്സിനെ കാണുന്നത് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണത്രേ. സ്വത്തും പണവും ഉള്ളത് കൊണ്ട് എന്തും സാധിക്കാമെന്നാണ് അയാളുടെ ധാരണ. ആ ധാരണയൊന്നും മാറ്റണമല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാരോട് കുറച്ച് റഫായിട്ട് പെരുമാറുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. ഐ എം സോറി. എനിക്ക് വളരെ കാലമായിട്ട് ജയദേവനെ അറിയാം. സാധാരണ മുതലാളിമാരെ പോലെ ജയദേവനിൽ നിന്നും ഒരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മായ ജയദേവനെ നേരത്തെ അറിയുന്ന ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി വരട്ടെ. ലക്ഷ്മി, എന്താ? ഒന്നുമില്ല, പൊയ്ക്കോളൂ. സാറിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. വൈരാഗ്യം തീർക്കാനാണെങ്കിൽ അത് കുറെ കൂടെ അന്തസ്സിലാകാമായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, ചീപ്പാണ്, വെരി ചീപ്പ്. കഥയും ചേട്ടത്തി, ഞാനിവിടെ ഇല്ലെന്ന് പറയാം. ആ, ഇല്ല. അമ്മൂമ്മ എന്തിനാ കള്ളം പറയുന്ന? ആന്റി ഉണ്ട് അകത്ത്. ദേ ചെരുപ്പ്. ആന്റിക്ക് എന്താ വേറെ ചെരുപ്പില്ലേ? കുട്ടി പോയിക്കേ. അമ്മൂമ്മ കള്ളം പറയാ. ആന്റി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടെങ്കിലേ ഇപ്പൊ കാണാൻ പറ്റില്ല. കുട്ടി ഒന്ന് പോയിക്കേ. ചിന്നുമോളെ, അമ്മൂമ്മ എന്നോട് കള്ളം പറഞ്ഞു. ആന്റി ഇവിടെ ഇല്ലാന്ന്. സാരമില്ല മോളെ. ഞാൻ ആന്റിക്ക് ചോക്ലേറ്റ് തരാൻ വന്നതാ. ഡാഡി ഡൽഹിന്ന് കൊണ്ടുവന്നതാ. ഞാൻ വരട്ടെ ആന്റി. ട്യൂഷൻ മാസ്റ്റർ വരാൻ സമയായി.